തണ്ണീർപ്പന്തൽ ബൂത്തിൽ നിന്ന് ഇപ്പോൾ ചേരുന്നത് ആരാണ്? ശ്രീജിത്ത് ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീജിത്ത്, ഒരു ഇരട്ട വോട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ മുതൽ തന്നെ ഇരട്ട വോട്ടുണ്ട്, തടയും എന്നൊക്കെയുള്ള ഒരു ആഹ്വാനമൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും വോട്ടെടുപ്പ് തുടങ്ങി സമയം 2.5 മണിക്കൂറാകുമ്പോഴേക്കും അല്ല 1.5 മണിക്കൂറാകുമ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇതുവരെ അതിനെപ്പറ്റിയുള്ള ഏതെങ്കിലും ഒരു പരാതിയോ ഒരു അസ്വാരസ്യം എവിടെയും കേട്ടില്ല. ശ്രീജിത്ത്. നിലവിലില്ല ഹാഷ്മി. അതിന് പ്രധാനപ്പെട്ട കാരണം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ MB രാജേഷും പ്രഖ്യാപിച്ചിരുന്നു, ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു ഇരട്ട വോട്ട് എന്ന തരത്തിൽ ആരെങ്കിലും ചെയ്യാൻ വന്നാൽ അവരെ തടയുമെന്ന്. അങ്ങനെ ഒരു ജാഗ്രത കർശനമായ രീതിയിൽ പുലർത്തണമെന്ന് അവർ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ MB രാജേഷിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മോട് പറഞ്ഞത്. നമ്മൾ ആ ബൂത്തിൽ തന്നെയാണുള്ളത്, ഈ തണ്ണീർപ്പന്തൽ ബൂത്തിൽ തന്നെയാണുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, തൊട്ടപ്പുറത്തെ മേഖല കൊടുമ്പ് പഞ്ചായത്താണ്. ആ പ്രദേശത്ത് കുറച്ചു ആളുകളുണ്ട്. ആ മേഖലയിലെ ആളുകളെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഇവിടത്തേക്ക് ഈ ബൂത്തിലേക്ക് വോട്ട് ചേർത്തു എന്നാണ് CPM-ന്റെ ഒരു ആരോപണം നിലനിൽക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ആ ആക്ഷേപം ഉയർത്തിയത്. പക്ഷേ ഇവിടെ രാവിലെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. നീണ്ട നിര, അതായത് ഒരു മേഖലയിൽ ഉൾക്കൊള്ളാനാവാത്ത തരത്തിൽ പുറത്തേക്കൊക്കെ ക്യൂ നീളുന്ന ആ നിരയാണ് നമ്മൾ കാണുന്നത്. അത് വൃദ്ധരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, മധ്യവയസ്കരായിക്കോട്ടെ, അങ്ങനെ നിരവധി ആളുകൾ. 2 ബൂത്തുകളാണ്, 177ഉം 179 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. അത് ആ പുരുഷന്മാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഒരു മേഖല പൂർണ്ണമായി ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന അല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. രാവിലെ ചൂടൊക്കെ ആവുന്നതിന് മുൻപ് വോട്ട് ചെയ്ത് പോകാമെന്നൊക്കെ കരുതി വന്ന ആളുകളാണ്. പക്ഷേ കുടുങ്ങിപ്പോയോ? പെട്ടുപോയോ? പക്ഷെ വോട്ട് ചെയ്തിട്ടല്ലേ പോകുള്ളൂ. എങ്ങനെയുണ്ട്? രാവിലെ തന്നെ നേരത്തെ വന്നു, പക്ഷെ അപ്പോഴേക്കും നല്ല തിരക്കായി. നേരത്തെ പോയാൽ അതിന് കഴിയുമല്ലോ എന്ന് വെച്ചിട്ടാണ് നോക്കാമല്ലോ. പക്ഷെ അപ്പോഴേക്കും കുഴപ്പമില്ല, വോട്ട് ചെയ്തേ പോകുള്ളൂ. വോട്ട് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകൾ കണ്ടില്ലേ, ആ ദൃശ്യങ്ങൾ വളരെ ഗംഭീര ദൃശ്യങ്ങളാണ്. നമ്മുടെ ക്യാമറമാൻ അനൂപ ദൃശ്യങ്ങളാണ് പകർത്തുന്നത്. ആളുകൾ രാവിലെ മുതൽ തന്നെ, അതായത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അത് കൂടാതെ നമ്മൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ കൊട്ടിക്കലാശനൊക്കെ കണ്ട ആ ഒരു ആവേശം, പ്രവർത്തകരുടെ ആവേശം കൃത്യമായ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ അവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ തന്നെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും തണ്ണീർപ്പന്തൽ ബൂത്തിലാണുള്ളത്. നിലവിൽ അത്തരത്തിൽ ഇരട്ട വോട്ട് ആക്ഷേപമൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ തടയുമെന്ന നിലപാടുമായി CPM പ്രവർത്തകർ പുറത്ത് തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവർ തൊട്ടപ്പുറത്തെ മേഖലയിൽ അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം നിലവിൽ ഇതുവരെ ഈ മേഖലയിൽ വന്നിട്ടില്ല. ഹാഷ്മി. ഓക്കെ, ഇരട്ട വോട്ട്, വ്യാജ വോട്ട് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണമായി തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ. എന്തായാലും നിലവിൽ വോട്ടെടുപ്പ് തുടങ്ങി 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഇരട്ട വോട്ടിൻ്റെ ആരോപണം നേരിട്ടിരുന്ന അല്ലെങ്കിൽ ഇരട്ട വോട്ടിൻ്റെ ആരോപണം നേരിടുന്ന BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. സുൽത്താൻപേട്ട ഗവൺമെൻറ് LP സ്കൂളിലാണ്. അവിടുത്തെ വിവരങ്ങളടക്കം നമുക്ക് എടുക്കുകയും ചെയ്യാം. എന്തായാലും ഈ പറയുന്ന വോട്ട് ചെയ്യാനെത്തുന്ന ഇത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണെന്ന കാര്യത്തിലൊരു തർക്കവും വേണ്ട. ഇത് കേരളത്തിലെ കുട്ടിക്കലാശമൊക്കെ നമ്മൾ വലിയ ഒരു പൂരം പോലെയൊക്കെ ആഘോഷമാക്കുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളം മാത്രമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ജനാധിപത്യ മഹോത്സവത്തിൽ കൂടുതൽ വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിലെടുത്തു പറയേണ്ടത് നല്ല പ്രായമുള്ള വോട്ടർമാരൊക്കെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയും സുന്ദരമായ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടു. ഒരു 90 വയസ്സുള്ള ഒരു സാറാമ്മച്ചി വീൽ ചെയറിൽ ഇരുന്ന് വോട്ട് ചെയ്യാൻ എത്തുന്നതൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിച്ച് വോട്ട് ചെയ്യാനെത്തുന്ന പ്രിയപ്പെട്ട അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ജനാധിപത്യത്തിൻ്റെ അഭിവാദ്യങ്ങൾ നമ്മൾ അറിയിക്കുകയാണ്.